സ്റ്റോയിലൂടെ എണ്ണ നിറച്ച കരണ്ടി എന്ന കഥയാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. പണ്ട് പണ്ട് ഒരു സ്ഥലത്ത് ഒരു കച്ചവടക്കാരനും അദ്ദേഹത്തിന്റെ മകനും ജീവിച്ചിരുന്നു. ഒരു ദിവസം കച്ചവടക്കാരൻ തന്റെ മകനെ അക്കാലത്തെ പ്രസിദ്ധനായ ഒരു ജ്ഞാനിയുടെ അരികിലേക്ക് പറഞ്ഞയച്ചു. എന്തിനാണെന്നോ? സന്തോഷത്തിന്റെ രഹസ്യം എന്താണെന്ന് അറിഞ്ഞു വരാൻ. അങ്ങനെ അവൻ 40 നാൾ മരുഭൂമിയിലൂടെ അലഞ്ഞു നടന്ന് അച്ഛൻ പറഞ്ഞ ആ ഗുരുവിന്റെ വാസസ്ഥലം കണ്ടുപിടിച്ചു. ഒരു കുന്നിന് മുകളിലുള്ള അതിമനോഹരമായ ഒരു കൊട്ടാരം. അവൻ അതിനുള്ളിലേക്ക് പ്രവേശിച്ചു. അവന്റെ സങ്കല്പത്തിലുണ്ടായിരുന്നത് അതിദിവ്യനായ ഒരു സന്യാസി വര്യനാണ്. പക്ഷേ അവിടെ നല്ല തിരക്കും, പലതരത്തിലുള്ള ആളുകൾ വരുന്നു പോകുന്നു. അപ്പോഴാണ് അവനെ ശ്രദ്ധിച്ചത്. ദൂരെ നിന്ന് ഗുരു ഓരോരുത്തരോടായി സംസാരിച്ചു വരുന്നു. 2 മണിക്കൂർ കഴിഞ്ഞ് ഗുരു അവന്റെ അരികിലേക്കും എത്തിയപാടെ ഗുരു ചോദിച്ചു, നീ സന്തോഷത്തിന്റെ രഹസ്യം അറിയാനാണ് ഇവിടെ വന്നത് അല്ലേ? അവൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ വന്നതിന്റെ കാര്യം ഗുരു അറിഞ്ഞിരിക്കുന്നു, പക്ഷേ എനിക്കിപ്പോൾ അല്പം തിരക്കുണ്ട്. അതുകൊണ്ട് നീ എന്റെ ഈ കൊട്ടാരമൊക്കെ ഒന്ന് ചുറ്റി വന്നിട്ടൊരു. അങ്ങനെ അവൻ കൊട്ടാരം കാണാൻ പുറപ്പെട്ടപ്പോൾ ഗുരു അവനെ തന്നു. ദാ ഈ സ്പൂണും ഇതിലെ 2 തുള്ളി എണ്ണ പിടിച്ചോളൂ. ഈ എണ്ണ നീ നടക്കുമ്പോൾ താഴെ തുളുമ്പി പോകാതെ സൂക്ഷിക്കണം. അങ്ങനെ അവൻ അത് പിടിച്ച് കൊട്ടാരത്തിലെ എണ്ണമറ്റ ഗുണിപ്പടികളും വരാന്തകളും കയറി ഇറങ്ങി. 2 മണിക്കൂർ കഴിഞ്ഞ് അവൻ ഗുരുവിന്റെ മുറിയിൽ തിരിച്ചെത്തി. നീ എല്ലാം കൊണ്ടു അല്ലേ? നീ ഇന്ത്യ തിരിച്ചില്ല കണ്ടോ? അത് പേശിയിൽ പ്രത്യേകമായി നെയ്തു കൊണ്ടുവന്നതാണ്. നീ ഇന്ത്യ കണ്ടോ? കണ്ടില്ലേ? അത് ഈ മട്ടിലാക്കി തീർക്കാൻ ഒരു 10 വർഷങ്ങളും എടുത്തു. നീ ഗ്രന്ഥപുരം കണ്ടില്ലേ? അതിനുള്ളിലെ താളുകളും എത്ര മനോഹരവുമാണ്. ഇതെല്ലാം കണ്ടപ്പോൾ അവൻ പകച്ചു നിന്ന് പോയി. അങ്ങനെ വാസ്തവം പറഞ്ഞ് കുറ്റസമ്മതം നടത്തി. ആട്ടെ, നീ ഒന്നും കണ്ടിട്ടില്ല അല്ലേ? എന്നാൽ ഒന്നുകൂടി ഒന്ന് വിസ്തരിച്ചു തരൂ. അങ്ങനെ അവൻ എല്ലാം കാണാൻ പുറപ്പെട്ടപ്പോൾ ഇത്തവണ അവൻ എല്ലാം വിസ്തരിച്ചു കണ്ടു. അപ്പോഴും അവന്റെ കയ്യിൽ ആ എണ്ണ ഉണ്ടായിരുന്നു. ഇത്തവണ അവൻ എല്ലാം വിസ്തരിച്ചു കണ്ടു. ചുവരുകളിലെ കലാസൃഷ്ടികൾ മാത്രമല്ല, ഗുരു പറഞ്ഞ തിരുശീല, പിന്നെ ഉദ്യാനം, പിന്നെ ഗ്രന്ഥപുര, ഇതെല്ലാം കണ്ട് ഗുരുവിന് വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. 2 മണിക്കൂർ കഴിഞ്ഞ് ഗുരുവിന്റെ മുറിയിൽ തിരിച്ചെത്തി. കണ്ട കാര്യങ്ങളെല്ലാം ഗുരുവിനെ വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഗുരുവിന്റെ ചോദ്യം വന്നു, അല്ല, ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച ആ 2 തുള്ളി എണ്ണ എവിടെ? അപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത് ഗുരു തന്ന ആ 2 തുള്ളി എണ്ണ ഇല്ല. അപ്പോൾ ഗുരു പറഞ്ഞു, നീ പഠിച്ചിരിക്കേണ്ട ഒറ്റ പാഠമേയുള്ളൂ. ലോകത്തിലെ സുഖങ്ങളും സൗഭാഗ്യവും ആവോളം മനസ്സിലുള്ളൂ. പക്ഷേ കയ്യിലിരിക്കുന്ന ആ കരണ്ടിയും അതിലെ 2 തുള്ളി എണ്ണ കൈവിടരുത്. ആ എണ്ണ സൂചിപ്പിക്കുന്നത് സത്യവും നീതിയും ധർമ്മവുമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.